അപ്പോൾ നമ്മളങ്ങനെ കാളിമലയിൽ എത്തിയിരിക്കുക. പിന്നെ ഇവിടെ കാളിമല, അതുപോലെ തൊട്ടപ്പുറത്ത് ധർമ്മശാസ്താവിൻ്റെ ഒരു അമ്പലം, പിന്നെ അതിൻ്റെ അപ്പുറത്താണ് കുരിശുമല ഉള്ളത്. അപ്പോൾ ഇപ്പോൾ കുരിശുമല തീർത്ഥാടനത്തിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും കാളിമല ഒന്ന് കണ്ടിട്ട് പോകാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തണുപ്പൊന്നുമില്ല, എനിക്കൊന്ന് ഈ ഉച്ച സമയമായിട്ടായിരിക്കും. നമ്മളപ്പോൾ ഇപ്പം ഈ കാളിമലയിലെ കാളീക്ഷേത്രത്തിൻ്റെ അവിടോട്ട് നമ്മൾ കാളീക്ഷേത്രം തൊഴാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മേപ്പോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ഒരു ചെറുതല്ല, കുറച്ച് വിശാലമായിട്ടൊരു പന്തൽ പോലെ, ഒരു മണ്ഡപം പോലെ എന്തോ ഒരു സംഭവമുണ്ട്, ഒരു ഹാള് പോലെ. അവിടെ കണ്ടില്ലേ, ഇവിടെ വന്ന കുറേ ആളുകളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് തീർത്ഥാടകരാണോ അതോ ഇനിയും ഇതെനിക്ക് തോന്നുന്നു ഡ്യൂട്ടിയിലുള്ള പോലീസുകാരാണ്. എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് മറ്റേ ഈ കുരിശുമല തീർത്ഥാടനത്തിന് ഡ്യൂട്ടിക്ക് വന്നവർ ഇവിടെ പിന്നെ വന്ന് കിടക്കുകയാണെന്ന് തോന്നുന്നു, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടല്ലേ, കൊള്ളാം കേട്ടോ, അടിപൊളി, സൂപ്പർ. ഇത്രയും മലയുടെ മണ്ടയ്ക്ക് പിന്നെ നമുക്ക് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. മലയുടെ മണ്ടയ്ക്ക് പിന്നെ വന്നിട്ട് കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നടന്ന് ക്ഷേത്രം കുറച്ച് മുകളിലാണ്. അതുകൊണ്ട് ആ കാണുന്നതാണ് ക്ഷേത്രം. അത്ര വിപുലമായ വലിയ ക്ഷേത്രമൊന്നുമല്ല, ചെറിയ ക്ഷേത്രമാണ്. പക്ഷേ എങ്കിലും ഇവിടെ പിന്നെ ചിത്രാപൗർണമി നാളിലൊക്കെ, ദുർഗാഷ്ടമി, ചിത്രാപൗർണമി, അന്നൊക്കെ ഭയങ്കര വിശേഷമാണ്, ഉത്സവമാണ്. അന്നൊക്കെ ഇവിടെ വിപുലമായ ആഘോഷങ്ങളാണ്. അല്ലാത്ത ദിവസങ്ങളിൽ വലിയ തിരക്കൊന്നുമില്ല. കണ്ടില്ലേ, 2 പേരെ അവിടെ ഇരിപ്പുള്ളൂ, വേറെ വലിയ തിരക്കൊന്നുമില്ല. അതന്നെ ഇപ്പം നമ്മൾ വന്ന സമയത്ത് ഇത് ക്ഷേത്രം അടച്ചിരിക്കുകയല്ലേ. ഇത് ദുർഗാക്ഷേത്രമാണ്. ദുർഗാക്ഷേത്രം കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ശാസ്താവിൻ്റെ ക്ഷേത്രം, അതിനും പുറകിലായിട്ടാണ് കാളീക്ഷേത്രം ഉള്ളത്. ഞാൻ അത് കാണിച്ചു തരാം ഓരോന്നും. ഇതിപ്പോൾ ദുർഗാക്ഷേത്രമാണ്. ഇവിടെ ഒരു തൃശൂലമൊക്കെ വെച്ചിട്ട് അതിൽ പൂക്കൾ കൊണ്ടെന്തോ താഴെ അലങ്കരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വന്ന ഭക്തരാരോ ചെയ്ത പരിപാടിയാണ്. അയ്യോ, അങ്ങനെ നമ്മൾ കയറി ഏകദേശം 3000 അടി ഹൈറ്റിലെത്തി ഇങ്ങനെ നിൽക്കുക. പക്ഷെ അടിപൊളി കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാർമേഘത്തെ തൊട്ട് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. കണ്ടില്ലേ, ദുർഗയുടെ മനോഹരമായ ഒരു പിന്നെ വിഗ്രഹം അവിടെ ശ്രീകോവിലിൻ്റെ മുകളിൽ. ദുർഗയും സിംഹവും, ദുർഗയുടെ വാഹനമായിട്ടുള്ള സിംഹം, അതും ഉണ്ട്. ഓ സൂപ്പർ. അങ്ങ് ദൂരെ ഇതിന് പാരലായിട്ടുള്ള പിന്നെ മലനിരകളുടെ ഒരു ഭംഗി നന്നായിട്ട് കാണാം. അടിപൊളി. നമ്മൾ ആകാശം മുട്ടി നിൽക്കുന്ന ഒരു പ്രതീതി, മൊത്തം പച്ചപ്പ്. ഈ അങ്ങിങ്ങ് ഈ പച്ചപ്പ് കൂടാതെ ജലാശയങ്ങൾ, അതായത് തടാകങ്ങൾ കാണാം. അപ്പോൾ നമ്മളങ്ങനെ കാളിമല ദുർഗാക്ഷേത്രത്തിൻ്റെ ഇവിടെ എത്തി. ഇപ്പോൾ ഈ ദുർഗാക്ഷേത്രത്തിൽ ഒരു ശാസ്താക്ഷേത്രം, അത് കഴിഞ്ഞിട്ട് ആണ് കുരിശുമല. ഇത് കണ്ടല്ലേ, അടിപൊളി ദൃശ്യം. 3 മലകൾ, 1, 2, 3, 4 മലകൾ കഴിഞ്ഞ് ഇത് 5ാമത്തെ മലയാണ് ഈ കാളിമല എന്നത്. കിടിലം വ്യൂ എന്ന് പറഞ്ഞപ്പോൾ കിടിലം, ഒന്നും പറയല്ല, അടിപൊളി. കണ്ടല്ലേ, സൂപ്പറാ കേട്ടോ, സത്യം. കണ്ടില്ലേ, ഈ തടാകങ്ങൾ നമുക്ക് റോഡിൽ കൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിങ്ങനെ മോളിൽ നിന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥമായ ഭംഗി നമുക്കറിയാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഇത് എനിക്ക് തെറ്റിപ്പോയത്, ഈ അമ്പലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദുർഗാക്ഷേത്രമാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഇത് കാളീക്ഷേത്രം എന്ന് പറഞ്ഞാൽ, ഇതൊരു ദുർഗാക്ഷേത്രവും ശാസ്താക്ഷേത്രം, അതുകൂടാതെ കാളീക്ഷേത്രം. കാളീക്ഷേത്രം അങ്ങേ അറ്റമാണ്. നമ്മളത് ഈ കുരിശുമലയിലോട്ട് പോകുന്ന വഴിക്കാണെന്ന് തോന്നുന്നു കാളീക്ഷേത്രം. നമുക്കത് പോകുന്ന വഴിക്ക് കാണാം. കണ്ടില്ലേ, അയ്യോ നല്ല രസമുണ്ട്. ഈ മുന പോലെ മൊട്ട മലകൾ, മൊട്ടക്കുന്നുകൾ, 1, 2, 3, 4. ഇത് 5ാമത്തെ കുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. മൊത്തം 4 കുന്ന് അപ്പുറത്തുണ്ട്. എണ്ണാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. അടിപൊളി സെറ്റപ്പ് വ്യൂ ആ കേട്ടോ. എൻ്റെ അമ്മൂ, കണ്ടില്ലേ, അപ്പുറത്ത് ഇതേപോലെ തന്നെ മലനിരകൾക്ക് മുകളിൽ ഇങ്ങനെ കോട മൂടിക്കിടക്കുന്ന പോലെ, മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു എഫക്റ്റാണ്, ഒരു പ്രതീതിയാണ്.
ഉഫ്, അടിപൊളി. കണ്ടില്ലേ ആ ജലാശയങ്ങൾ കണ്ടില്ലേ? ശരിക്കും നമ്മൾ ഈ എന്തോ മാപ്പൊക്കെ വരച്ചു വെച്ചിരിക്കുന്നൊരു എഫക്റ്റ് വരപ്പാണെന്ന് തോന്നിപ്പോകും കേട്ടോ. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകളെ വരച്ചു വെച്ചിരിക്കുന്ന പോലെ, പ്രകൃതിയെ വരച്ചു വെച്ചിരിക്കുന്ന അതേ ഒരു അവസ്ഥ. ഭയങ്കര ത്രില്ലിങ്ങാ ഇവിടെ വന്നുള്ള നിപ്പ്. അമ്പൂ, കണ്ടില്ലേ? സൂപ്പറാണ്. അടിപൊളി. ഇതിങ്ങനെ ആ മലയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഉള്ള ആകാശ കാഴ്ചയാണ്. ഇത് എത്ര നമ്മൾ കണ്ടാലും മതി വരത്തില്ല കേട്ടോ. അതുപോലത്തെ ഒരു എഫക്റ്റാ, അതുപോലത്തെ ഒരു ഫീലാ. ഇവിടെ വരെ എന്തായാലും കയറി വന്നതിന് പിന്നെ ഇതുണ്ടായില്ല, നഷ്ടം വന്നില്ല, കഷ്ടപ്പെട്ടതിന് ഫലം ഉണ്ടായി. കൊള്ളാം. ഇതാണ് ആ ദുർഗാക്ഷേത്രം, ചെറിയൊരു ക്ഷേത്രം. എനിക്കൊന്നത് ഈ അടുത്ത സമയത്ത് എന്തോ പിന്നെ ശ്രീകോവിലും ഒക്കെ ഒന്നുകിൽ പുതുക്കി പണിതതാവാം, അല്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് എന്തോ പണിയതാ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇതിന്റെ മുന്നിൽ കൂടെ കുറച്ച് മുന്നോട്ട് നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു വേറൊരു പ്രതിഷ്ഠ കാണാം. ഇവിടെ നിറച്ചൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാറ്റാടി മരങ്ങൾ ഇങ്ങനെ ഉണ്ട്, ഇഷ്ടംപോലെ കാറ്റാടി മരങ്ങളാ. അത് അതിന്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഇവിടെ നാഗരുടെ പ്രതിഷ്ഠ, നാഗരുടെ കുറെ പ്രതിഷ്ഠകളുണ്ട്. ഇത് ഹാരമൊക്കെ വാടിയിരിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ ചൂടിന്റെ കൊണ്ടേ ഇവിടെ എനിക്കൊന്ന് ദിവസവും നട തുറക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു. ദിവസവും നട തുറന്ന് പൂജകൾ കൊടുക്കുമോ അതോ ആഴ്ചകളിൽ 1-2 ദിവസമുള്ളോ അത് അറിഞ്ഞുകൂടാ. എന്തായാലും ഹാരമൊക്കെ ഉണങ്ങിയിരിക്കുന്നു. രാവിലെ ഇട്ട ഹാരമാണെങ്കിൽ ഇത്ര ഉണങ്ങിയിരിക്കത്തില്ല. പിന്നെ നമ്മൾ ഇനി നേരെ ശാസ്താക്ഷേത്രത്തിലോട്ട് പോവാം. ഈ പോകുന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, സിനിമാ സ്റ്റൈല്. ഇവിടെ ആഞ്ജനേയന്റെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട്, ഹനുമാൻ സ്വാമിയുടെ. അങ്ങോട്ടും കയറ്റവാ കേട്ടോ. ഈ ശാസ്താക്ഷേത്രത്തിലോട്ടും കുറച്ച് കുത്തുകയറ്റം കയറി വേണം പോവാൻ. അയ്യോ, സത്യം പറയാം നമ്മളെ ഈ ഒറ്റയടിക്ക് കയറി പോകുന്നില്ല, അതുകൊണ്ട് അത്രയും ക്ഷീണമില്ല. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിരുന്നിരുന്ന് പതുക്കെ പതുക്കെയാ വന്നത്, ഇല്ലെങ്കിൽ പെട്ടുപോയതിന്. നമ്മൾ ഈ ഒറ്റ സ്ട്രെച്ചിൽ ഇനി കയറാൻ പറ്റത്തില്ല. എന്നാലും ഒറ്റ സ്ട്രെച്ചിൽ കയറുകയാണെങ്കിൽ കൂടുതൽ ടയേർഡാവും. അങ്ങനെ കയറേണ്ട ആവശ്യമില്ല. പിന്നെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം അധികം എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ആകെ ഒരു ചെറിയ കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടില്ലേ വന്നേ, അത് പെട്ടെന്ന് അങ്ങ് തീർന്നു. അപ്പൊ ഈ വെള്ളം മേളിൽ കിട്ടും എന്നൊരു പിന്നെ ആളുകൾ പറഞ്ഞായിരുന്നു, അങ്ങോട്ട് തിരിച്ച് ഇറങ്ങിപ്പോന്നൊരു പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഉത്സാഹത്തിലാ ഇത്തിരി സ്പീഡിൽ ഇങ്ങ് പോകുന്നത്. അതുകൊണ്ട് ഇതാണ് ആ ശാസ്താക്ഷേത്രത്തിന്റെ ഒരു മണ്ഡപം. ഇവിടെയും ഈ മണ്ഡപത്തിലും ഒരുപാട് പോലീസുകാര്, വനിതാ പോലീസ് കിടപ്പുണ്ട് കേട്ടോ. അവരും എനിക്ക് തോന്നുന്നു ഈ നല്ല കാറ്റാ ഇവിടെ നിൽക്കുമ്പോഴേ, നല്ല അടിപൊളി കാറ്റാ. അപ്പൊ ഈ അവിടെ കുരിശുമലയിലെ പിന്നെ ഡ്യൂട്ടിക്കിടയിൽ അവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഇത് കണ്ടില്ലേ, ഇത് ഏകദേശം എല്ലാം കാറ്റാടി മരങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അതൊരു പ്രത്യേക ഭംഗിയാണ്. ഈ കാറ്റാടി മരങ്ങൾക്കിടയിൽ കൂടി ഉള്ള കാഴ്ചകളെന്ന് പറഞ്ഞാലേ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഇടതൂർന്ന കാറ്റാടി മരങ്ങൾക്കിടയിൽ കൂടെ ഉള്ള ഈ ഒരു പിന്നെ ആകാശത്തിന്റെ കാഴ്ചയുണ്ടല്ലോ, അത് അടിപൊളിയാണ്. നമ്മളപ്പോ ഇവിടെ ഈ പിന്നെ കിടന്ന വനിതാ പോലീസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടുന്ന് ഏകദേശം കുരിശുമലയിലോട്ട് പോകാനായിട്ട് ഏകദേശം ഒരു 200-300 മീറ്ററേ ഉള്ളെന്നാണ്. അതായത് ഈ മലയെ കൂടെ തന്നെ നേരെ അപ്പുറം അങ്ങ് ഇറങ്ങിയാണ്. ഞാൻ കാണിച്ചേരാം, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അടിപൊളി വ്യൂ ആ കേട്ടോ. സെറ്റപ്പ് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളപ്പം ഇതുവഴി ഇതാണ് ശരിക്കും ശാസ്താക്ഷേത്രം. അപ്പൊ ഇതുവഴി നേരെ നടന്ന് നമുക്ക് അപ്പുറത്തൂടെ അങ്ങോട്ട് പോയാൽ മതി. ആ
ഇത് കുരിശുമലയ്ക്കുള്ള വഴിയാണ്. അങ്ങനെ നമ്മൾ പിന്നെ ദുർഗാക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം കഴിഞ്ഞു. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് കുരിശുമലയ്ക്കാണ്. അപ്പോൾ അതായത് ഇവിടുന്ന് ഒരു 200-300 മീറ്ററേ ഉള്ളൂ ഈ കുരിശുമലയ്ക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിനി നേരെ കുരിശുമല, അതായത് 12, 13, 14, 12-ാം കുരിശ്, 13-ാം കുരിശ്, 14-ാം കുരിശ്, അങ്ങനെ 3 കുരിശടിയും കൂടുന്നു. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ താഴേന്ന് മുകളിൽ വരെ 14 കുരിശുകൾ. അപ്പോൾ അതിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പം നമ്മളിപ്പോൾ ചെന്നിറങ്ങുന്നിടത്ത് 12-ാമത്തെ കുരിശാണ്. അപ്പം 12, 13, 14 കുരിശുകളെ നമ്മൾ കാണുന്നു. താപ്പോട്ടുള്ള കുരിശുകളുണ്ട്, അത് പക്ഷേ നമ്മൾ വേറെ വഴിക്കൂടെ വന്നെങ്കിലേ പറ്റത്തുള്ളൂ. അതിൽ 7-ാമത്തെ കുരിശ് വരെ ശരിക്കും പറഞ്ഞാൽ കേരളമാണ്. ആ 7-ാമത്തെ കുരിശാണ് ശരിക്കും കേരള തമിഴ്നാട് ബോർഡർ എന്ന് പറയുന്നത്. 7-ാമത്തെ കുരിശ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടായി. അതായത് ഈ കുരിശുമലയിലെ 12, 13, അതായത് 8-ാമത്തെ കുരിശ് തൊട്ട് പിന്നെ നമ്മുടെ ഈ ക്ഷേത്രവും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത് തമിഴ്നാടിൻ്റെ അണ്ടറിലാണ്. കണ്ടില്ലേ, ഇതുവഴിയൊക്കെ നടന്നു പോകുമ്പോണ്ടല്ലോ ഒരു അന്യായ ഫീലാ കേട്ടോ. സൂപ്പർ. ഇതില് ഈ വെട്ടിയിട്ടിരിക്കുന്ന കുറെ ഈ സൈഡിൽ മുമ്പേ കുറച്ച് തടികൾ വെട്ടിയിട്ടില്ല, അതൊക്കെ ചന്ദനമരങ്ങളാണ് കേട്ടോ. പക്ഷേ ഈ ചന്ദനമരങ്ങൾ ശരിക്കും പിന്നെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലാണ് വളരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താണെന്തോ ചന്ദനത്തടിയാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, അപ്പുറത്തെ സൈഡിൽ വേറൊരു മല. ഇതെല്ലാം ഈ സഹ്യപർവ്വതത്തിന്റെ ഭാഗങ്ങൾ തന്നെയാ കേട്ടോ. അടിപൊളി സെറ്റപ്പ് കേട്ടോ. നമ്മള് സത്യം പറഞ്ഞാൽ ഇത്രയും ദൂരം കയറിയപ്പം വന്ന ക്ഷീണം മൊത്തം നമ്മൾ മറന്നുപോയി. ഈ കാഴ്ചകളും ഇവിടുത്തെ ഈ പ്രകൃതി എല്ലാം കൂടെ കണ്ടപ്പോഴേ ഇത്രയും ദൂരം നമ്മൾ കയറി വന്നതിന്റെ യാതൊരു ക്ഷീണവും ഇപ്പൊ തോന്നുന്നില്ല. സത്യത്തിൽ ഇവിടെ പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ വെള്ളമില്ല. അയ്യോ, നമ്മൾ കയറി വരുന്ന വഴിക്ക് 2, 3, 4, 5 ടാപ്പ് നമ്മൾ നോക്കി, പക്ഷെ എങ്ങും വെള്ളമില്ല. എന്താണോ എന്തോ. ഇനിയിപ്പം നോക്കട്ടെ. അങ്ങ് അപ്പുറത്ത് കുരിശുമലയിൽ ചെല്ലുന്ന സമയത്ത് കടകളുണ്ടെന്നാ പറഞ്ഞ, അവിടുന്ന് ബോട്ടിൽ വെള്ളം വല്ലതും വാങ്ങിക്കാം. അടിപൊളി. നമ്മൾ ഈ വിജനമായ പ്രദേശത്തൂടെ വേറൊരു ലോകത്തോട്ട് പോകുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. സത്യം കിടിലൻ സെറ്റപ്പ് തന്നെ കേട്ടോ. ഇത് സത്യം പറഞ്ഞ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു വർണ്ണാഭമായ ഒരു കാഴ്ചയാണ് കേട്ടോ. സത്യം ഇത് നമുക്ക് ഈ എത്ര പ്രവചിച്ചാലും ഇങ്ങനെ വീഡിയോയിൽ കൂടെ എത്ര കാണിച്ചാലും നമുക്കിതിന്റെ ഒരു അനുഭവം കിട്ടത്തില്ല. ഇത് ശരിക്കും ഇവിടെ വന്ന് തന്നെ ആ ഫീൽ നമ്മൾ അറിയണം. സൂപ്പർ. കണ്ടില്ലേ ആ മലകളും ഒരു ചെറിയ കുന്ന്. ഓ അടിപൊളി. പക്ഷെ ചെരുപ്പിട്ടോണ്ട് ഇതൊഴി വരരുത് കേട്ടോ. ചെരുപ്പിനേക്കാൾ നല്ലത് ക്യാൻവാസ് ഷൂ ആ. ചെരുപ്പിട്ടോണ്ട് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാലൊക്കെ പൊട്ടും. ഇത് ഈ തീർത്ഥാടനത്തിന് ചെരുപ്പ് പോലും ഇടാതാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഭക്തർ വരുന്നത്. തീർത്ഥാടകർ വരുന്നത് മാലയിട്ട് വ്രതമെടുത്ത് പിന്നെ ശബരിമല പോകുന്നത് പോലെ ഇരുമുടിക്കെട്ടുമൊക്കെ ആയിട്ട് ഇവിടെ വരുന്നത് ശരിക്കും പിന്നെ ചെരുപ്പ് പോലും ഇല്ലാതെ. കണ്ടില്ലേ ഈ പാറ, ചെറിയ ചെറിയ പാറ കെട്ടുകൾക്കിടയിൽ കൂടെ നമ്മളങ്ങനെ ആസ്വദിച്ച് പോവുക കേട്ടോ. സത്യം ഒരു വല്ലാത്തൊരു ആസ്വാദനമാണ്. ദൈവമേ, ഇതൊരുമാതിരിയില്ലേ സിനിമയിലൊക്കെ കാണുന്ന ഏതോ ഒരു എന്താ ഈ മന്ത്രവാദമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പൊ ആ സ്ഥലത്തോട്ടൊക്കെ പോകുന്ന പോലെ ഉണ്ട് അവിടെ. ഓ ഇതാണ് കാളി ക്ഷേത്രം കേട്ടോ. ഓ ഇത് ഭയങ്കര ഒരുപാട് പഴക്കം ചെന്നതാണ് കേട്ടോ. ഇതിന്റെ മേൽക്കൂരയില്ല, ഭിത്തികളൊക്കെ കല്ല് കൊണ്ട് അടുക്കി ആ ഗോത്ര സംസ്കാരത്തിന്റെ അതേ രീതിയിലാണ് ഇതൊക്കെ ഇതിന്റെ നിർമ്മാണം. ഓ അടിപൊളി കേട്ടോ. നമ്മൾ ഈ ശരിക്കും പറഞ്ഞ ഈ ചില പിന്നെ ഗോത്രവർഗത്തിലെ ചില ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ചില മന്ത്രവാദങ്ങളും പൂജകളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതേ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. സത്യം സൂപ്പർ കേട്ടോ. പാറയുടെ സൈഡില് അടിപൊളി.
ഇതൊക്കെ ഒരു ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു പൂജകൾ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ മറ്റേ ആ ദുർഗാക്ഷേത്രത്തില് ഇരുന്ന പൂജാരിമാരിൽ അവിടെ അപ്പുറത്തൊരു പൂജാരിയാണോ എന്ന് അറിഞ്ഞുകൂടാ, ആരോ ഒരാളെ നമ്മൾ കണ്ടായിരുന്നു അവിടെ. അപ്പം പുള്ളിക്കാരനായിരിക്കാം ഇവിടെ എല്ലാം പൂജയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അല്ലാതെ ഡെയിലി ഇവിടെ വരെ കയറി വന്ന് തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ അവരെയൊക്കെ കൊണ്ടുവരാനായിട്ട് ജീപ്പുണ്ട്, ഈ 4 വീലർ ജീപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ വേറെ വലിയ വിഷയം വരത്തില്ല. നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു ഭയങ്കരമായ രസമാണ് കേട്ടോ. ഈ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു 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 വൈവിധ്യമാണ്. ഇവിടെ കുറെ എന്തോ സാധനം എന്നറിയാമോ, കുറെ വീപ്പയും പിന്നെ കുറെ കുപ്പിയും. ഓ, ഇത് മിനറൽ വാട്ടർ. എനിക്ക് തോന്നുന്നു ഇതേ കച്ചവടക്കാർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കേട്ടോ, വിൽപ്പനയ്ക്കായിട്ട്. പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല. ഇവിടെ ഇങ്ങനെ കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. അയ്യോ, ഇതിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലേ? എന്താണ് സംഭവം എന്ന് അറിഞ്ഞുകൂടാ. ഓ, ഇത് മറ്റേ പോലീസിന്റെ ഒരു 8 പോസ്റ്റ് പോലെ ഒരു സംഭവമാണ് കേട്ടോ. അതായത് ഇവിടം തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ കുരിശുമല തുടങ്ങുന്നത്. ഓ, അതാണ് കാര്യം. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ കയറ് കെട്ടി തിരിച്ചിരിക്കുക. ഓ, ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും പിന്നെ ആളും പേരും ഒക്കെ ഉണ്ട് കേട്ടോ. ആഹാ, ഇവിടെ വിപുലമായ പിന്നെ പരിപാടികളൊക്കെയാ കേട്ടോ. കണ്ടില്ലേ, പോലീസും ഒക്കെ ഇരിപ്പുണ്ട്. ഓ, എനിക്ക് തോന്നുന്നു ഈ കുരിശുമലയുടെ സീസൺ സമയമായി ഇപ്പം. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് ഇവിടൊക്കെ തിരക്ക് കാണും. വാട്ടർ ടാങ്കും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, യഥേഷ്ടം വെള്ളത്തിന്. ഇഷ്ടം പോലെ കടകളും ഉണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരൊറ്റ കടയില്ലായിരുന്നു. ഇവിടെ വന്നപ്പം ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു താൽക്കാലികമാണ്, ഈ സീസൺ സമയത്തേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പരിപാടിയാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒറിജിനൽ വഴിയാ. ഈ കുരിശുമലയ്ക്ക് കയറി വരുന്ന ശരിയായ വഴി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതുവഴി കയറി വരുമ്പോഴാണ് നമുക്ക് ഈ ഞാൻ പറയില്ലേ 14 കുരിശുകളില് നമ്മളിപ്പോ അതാണ് 12ാമത്തെ കുരിശ്. ഇത് ഈ കാണുന്നതാണ് 12ാമത്തെ കുരിശ്. ബാക്കി 13 കുരിശുകള് നമുക്ക് ഈ നേരെയുള്ള വഴി താപ്പോട്ട് ഇറങ്ങുന്ന സമയത്ത് ആണ് കാണാൻ പറ്റും. ഇത് 12ാമത്തെ കുരിശ്. ഇതിന് മുകളിൽ 13, ഏറ്റവും മുകളിലായിട്ടാണ് 14ാമത്തെ കുരിശ്. ഇവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം 2 വെള്ളം വാങ്ങിക്കാം. അടിപൊളി, സൂപ്പർ സീന. ഈ യേശുദേവന്റെ 14 ത്യാഗത്തിന്റെ സ്മരണകളാണ് ശരിക്കും പറഞ്ഞ ഈ 14 കുരിശെന്ന് പറയുന്നത്. 14 ത്യാഗങ്ങൾ കടന്നു വന്നതാണെന്നാണ്. അതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് 14 കുരിശുകൾ. അപ്പൊ ഞാൻ എന്തായാലും 13ഉം 14ഉം കൂടെ ഒന്ന് കണ്ടിട്ടേ പോകുന്നു. കാരണം നമ്മൾ ഇവിടെ വരെ വന്നത് അതിനു വേണ്ടിയിട്ടാണല്ലോ. ഇവിടെ നല്ല പിന്നെ പൂഴി മണ്ണ് പോലത്തെ മണ്ണ കേട്ടോ. നമ്മൾ ഇതുവരെ കയറി വന്ന പോലത്തെ മണ്ണല്ല, തെന്നും. പെട്ടെന്ന് അങ്ങ് മാറി. മറ്റേന്ന് പറഞ്ഞാൽ ഈ കല്ലും മണ്ണും കൂടെ ചേർന്ന് കുറച്ച് കട്ടിയുണ്ടായിരുന്നു, കുറച്ച് പരുക്കൻ പ്രതലമായിരുന്നു. ഇത് പൂഴി പോലത്തെ മണ്ണായണ്ടേ നമ്മൾ സൂക്ഷിച്ച് കയറിപ്പോയില്ലെങ്കിൽ തെന്നി വീഴും. ഇവിടെ 3-4 കടകളുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ അപ്പുറത്ത് ശരിക്കും നമുക്ക് വേണമെങ്കിൽ ചോറുണ്ണാം, അന്നദാനത്തിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത് ഫ്രീയാ, അന്നദാനം ഫ്രീയാ. അയ്യോ, അങ്ങനെ കുരിശുമല നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. എന്തായാലും ഊപ്പാട് വരും. ഇനി അടുത്ത ഇതിന് എത്ര ദൂരം ഉണ്ടോ എന്തോ. ഈശ്വര, കുന്നിന്റെ ഹൈറ്റ് കണ്ടിട്ട് തന്നെ അയ്യോ, എന്റെ 2 ചെവിന്നും കിളി പറന്നു പോയി. കൊള്ളാം കേട്ടോ. നല്ല പിന്നെ ഇഷ്ടം പോലെ ഈ പോന്ന വഴിക്ക് നമുക്ക് ഈ കാറ്റാടി മരങ്ങളും അതുപോലെ മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അധികം വെയിൽ അടിക്കുന്നില്ല താപ്പോട്ട്.
അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി കുരിശുമലയുടെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.